കല്ലടിക്കോട് ഇന്നലെ നടന്ന വാഹനാപകടത്തിന്റെ ഞെട്ടലിലാണ് കേരളം. മരിച്ച കുട്ടികളുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെയാണ് കല്ലടിക്കോട് പനയമ്പാടത്തിൽ സിമന്റ് ലോറി ഇടിച്ചു കയറി 4 കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് കണ്ണീരോടെ വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. ഇന്നലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങളാണ് ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാവിലെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. ഇവിടുന്ന് ഈ കുഞ്ഞുങ്ങളുടെ ജന്മനാട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. തുടർന്ന് പൊതുദർശനവും അതേ തുടർന്ന് സംസ്കാരവും നടത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു നാടിൻ്റെ, ആ കുഞ്ഞുങ്ങളുടെ വീടിൻ്റെ, ഒരു സ്കൂളിൻ്റെ ഒക്കെ പ്രതീക്ഷയായിരുന്ന 4 കുരുന്നുകളാണ് ഏറ്റവും അപ്രതീക്ഷിതമായ ഇത്തരത്തിൽ ഒരു വിയോഗത്തിലൂടെ കടന്നു പോകുന്നത്. കേരളത്തെ ആകെ ഞെട്ടിച്ചൊരപകടമായിരുന്നു ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ പാലക്കാട് ഉണ്ടായത്. പ്രസാദുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, കുഞ്ഞുങ്ങളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടിയാണോ പുരോഗമിക്കുന്നത്? പുറത്തിട്ടാൽ മതി, പുറത്ത്. കല്ലടിക്കോട് റൂട്ടിക്ക് പോണ പോലെ ഇടും. കേരളത്തെ ആകെ ഞെട്ടിച്ച അപകടത്തിനാണ് ഇന്നലെ പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. 4 കുഞ്ഞുങ്ങളാണ് ഒരപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളായിരുന്നു. ചേതനയറ്റ ശരീരമായി ഇന്ന് സ്വന്തം വീടുകളിലേക്ക് എത്തുന്നത്. ഒരു നാടും മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ വിയോഗം. പ്രസാദുണ്ട്. പ്രസാദ്, പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായി കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുക. അതിര പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഈ 4 കുഞ്ഞുങ്ങളുടെയും മൃതദേഹം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുകയാണ്. അതെ, അവിടെ എന്താ ഞാൻ പറയുന്നത്, തിരിച്ചിങ്ങോട്ട് വരുന്നത് ഒന്ന് ശരിയാക്കാൻ പറയൂ. ഒന്നും ഒരു നാടിൻ്റെ ഒന്നാകെ ദുഃഖമായി മാറിയിട്ടുള്ള 4 കുഞ്ഞുങ്ങൾ, നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ഇർഫാന ഷെറീം, ആയിഷ, ഈ 4 കുഞ്ഞുങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് ജീവനറ്റ ശരീരവുമായി. ഇന്നലെ വൈകിട്ട് 4 മണിക്ക്, കൃത്യമായി പറഞ്ഞാൽ 3:50 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ദാരുണമായ അപകടത്തിൽപ്പെട്ട് ഈ 4 കുഞ്ഞുങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ 5:30 തന്നെ മൃതദേഹങ്ങളെല്ലാം തന്നെ 4 പേരുടെയും മൃതദേഹം അവരുടെ നാടായ ചെറുള്ളിയിലേക്ക് കൊണ്ടുപോകുകയാണ്. കല്ലടിക്കോട് പനയമ്പാടത്ത് വെച്ചാണ് ഈ അപകടം നടന്നത്. 1 കിലോമീറ്റർ ഇങ്ങനെ ഒരു അപകടം, 500 മീറ്റർ നടന്നിരുന്നെങ്കിൽ അവർക്കെല്ലാം തന്നെ അവരുടെ വീടുകളിൽ എത്തിപ്പെടാമായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഈ 4 സുഹൃത്തുക്കളും ഒരുമിച്ചാണ്, 4 പേർ എന്ന് പറഞ്ഞാൽ 5 പേരും ഒരുമിച്ചാണ് അവരുടെ എല്ലാ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നത്. മദ്രസ കാലം തൊട്ട് ഒരുമിച്ച് നടന്നിരുന്ന, ഒരുമിച്ച് പോയിരുന്ന, ഒരുമിച്ച് വളർന്നിരുന്ന, ഒരുമിച്ച് കളിച്ച് വളർന്ന ഈ കുട്ടികളാണ് ഒരുമിച്ച് തന്നെ യാത്രയായത്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റുമെല്ലാം പൂർത്തിയാക്കിയിരുന്നു. 7 മണിയോടുകൂടി തന്നെ പനയമ്പാടത്ത് കല്ലടിക്കോട് തുപ്പനാട് ഓഡിറ്റോറിയത്തിൽ കുഞ്ഞുങ്ങളുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം 10:00 സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ്. നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു
ഈ അപകടം എന്നുള്ളത്. പനയമ്പാടത്ത് അവിടെ ആളുകളെല്ലാം ഇന്നലെ പറഞ്ഞിരുന്ന വലിയൊരു പ്രതിഷേധത്തിൻ്റെ കാരണം തന്നെ മുമ്പും പെട്ടെന്നുണ്ടായ ഒരു യാദൃച്ഛികമായ ഒരു അപകടമായി പോലും ആളുകൾക്കതിനെ കാണാൻ കഴിയില്ല. മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് മടുത്ത നാട്ടുകാർ ഒടുവിൽ കാണേണ്ടി വന്നത് ആ നാടിൻ്റെ പ്രിയപ്പെട്ട 4 കുഞ്ഞുങ്ങളുടെ വിയോഗമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധം ആളിക്കത്തുന്ന കാഴ്ച നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ടതാണ്. ഇപ്പോൾ ആ കുഞ്ഞുങ്ങളെയുമായി അവരുടെ ഭൗതികദേഹം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. 4 കുഞ്ഞുങ്ങൾ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 4 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കല്ലടിക്കോട് പനയമ്പാടത്തെ അവരുടെ വീട്ടിലേക്ക് ചെറുള്ളി എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയില്ല ഈ നാട് എങ്ങനെയാണ് ഇത് സഹിക്കുക എന്നുള്ളത്. കാരണം അത്രമേൽ പ്രിയപ്പെട്ട കുട്ടികളായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. 5 സുഹൃത്തുക്കളായിരുന്നു അവരുണ്ടായിരുന്നത്. അതിലൊരു കുട്ടി ഇന്നലെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ കുട്ടി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ എതിരെ വന്ന ഒരു ലോറിയുടെ അമിത വേഗതയാണ് ഈ 4 ജീവനുകൾ പൊലിയാൻ കാരണമായി മാറിയിട്ടുള്ളത്. സാധാരണ ആ പ്രദേശങ്ങളിൽ വേഗത കുറച്ച് പോകേണ്ടതാണ്. അപകട മേഖലയാണ്, സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഒരു ലോറി അമിത വേഗതയിൽ വരികയും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4 കുട്ടികൾ, അവരെല്ലാം തന്നെ 8ാം ക്ലാസ്സിലെ വിവിധ ഡിവിഷനുകളാണെങ്കിലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കളാണ്. ഒരു 100 മീറ്റർ ചുറ്റളവിലാണ് ഈ 4 പേരുടെയും വീടുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട് മുഴുവൻ ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ഈ അപകടമുണ്ടാകുന്നത്. 3:50 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. അതിൽ 4 പേരും ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ സമയത്ത് ഈ ലോറിക്കടിയിൽപ്പെട്ട കുട്ടികളെ പുറത്തെടുക്കാൻ ഏറെ നേരം പണിപ്പെടേണ്ടി വന്നു. ക്രെയിനിൽ ഉപയോഗിച്ചാണ് ആ കുട്ടികളെയെല്ലാം പിന്നീട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അവിടെ നിന്നും ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലായ ഈ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ വെടിയുകയായിരുന്നു. 4 കുഞ്ഞുങ്ങൾ, ആ നാടിൻ്റെ പ്രിയപ്പെട്ട 4 കുഞ്ഞുങ്ങളാണ് ഇന്നലെ ഇല്ലാതായത്. ഇന്ന് 10:00 തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയത്. ആദ്യം സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ള ക്രമീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്കാരം വേണമെന്ന ബന്ധുക്കളുടെയും അവരുടെ മറ്റ് നാട്ടുകാരുടെയും എല്ലാം ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് പൊതുദർശനം സ്കൂളിൽ നിന്ന് ഒഴിവാക്കി ഈ സംസ്കാരം നടക്കുന്ന, ഖബറടക്കം നടക്കുന്ന പള്ളിയുടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഈ മൃതദേഹം വീട്ടിലെത്തിക്കും. അവിടെ 1 മണിക്കൂർ നേരം വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരിക. ഓഡിറ്റോറിയത്തിലും 1 മണിക്കൂർ നേരം പൊതുദർശനമുണ്ടാകും. ഒരു നാട് മുഴുവൻ കാത്തു നിൽക്കുകയാണ് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി ഈ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ വിക്ടോറിയ കോളേജ് കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് നിന്നും ഇനി ഒരു അരമണിക്കൂർ സമയം മാത്രമാണ് ഇവരുടെ നാട്ടിലേക്കുള്ളത്. ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് 4 കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ ഇവരുടെ സുഹൃത്തുണ്ടായിരുന്നു. അവർ കടയിൽ എന്തോ സാധനം വാങ്ങുന്നതിന് വേണ്ടി കടയിൽ കയറിയത് വളരെ തൊട്ട് പുറകിലായിപ്പോയി. ആ കുട്ടി ഭാഗ്യം കൊണ്ട് ആണ് ഇവരിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ അപകടം കണ്ട് ചാടി രക്ഷപ്പെടുകയായിരുന്നു. അവരൊപ്പം ഉണ്ടായിരുന്ന 4 സുഹൃത്തുക്കളാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഇന്നലെ വൈകുന്നേരം രാത്രി പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം അവരുടെ പനയമ്പാടത്തെ ചെറുള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ 4 കുരുന്നുകൾ കടന്നു പോകുന്നത്. ഇന്നലെയാണ് ഇത്തരത്ത് കല്ലടിക്കോട് പനയമ്പാടത്ത് സിമന്റ് ലോറി ഇടിച്ചു കയറി ഈ 4 കുഞ്ഞുങ്ങളും മരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ ഈ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയാണ്. വീടുകളിലേക്ക് മൃതദേഹം എത്തിച്ചതിന് ശേഷം വിവിധയിടങ്ങളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാരം നടത്തുക. സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്ന് പരീക്ഷ മാറ്റിവെച്ചു എന്നും അറിയാൻ സാധിക്കുന്നു.